കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പള്ളിക്കലാറിന്റെ കൈവഴികൾ ശുചീകരിച്ചു. രാജ്യാന്തര തണ്ണീർത്തട ദിനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ശുചീകരണം. സബർമതി ഗ്രന്ഥശാലയുടെ സഹകരണത്തോടെയാണ് ശുചീകരണ പരിപാടി നടത്തിയത്. രാജ്യാന്തര തണ്ണീർത്തട ദിനത്തിന്റെ ഭാഗമായിട്ടാണ് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ പള്ളിക്കലാറിന്റെ കൈവഴികൾ ശുചീകരിച്ചത്. പാരിസ്ഥിതിക സന്തുലനത്തിൽ തണ്ണീർത്തടങ്ങൾ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനും ജലശുചീകരണം, വെള്ളപ്പൊക്ക നിയന്ത്രണം, തീരസംരക്ഷണം എന്നിവ ഉറപ്പാക്കുവാനുമുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് സബർമതി ഗ്രന്ഥശാലയുടെ സഹകരണത്തോടെ പള്ളിക്കലാറിന്റെ കൈവഴികൾ ശുചീകരിച്ചത്. കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ സുമൻജിത്ത് മിഷ ഉദ്ഘാടനം ചെയ്തു. കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലും സബർമതി ഗ്രന്ഥശാലയും സംയുക്തമായി രാജ്യാന്തര തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് പള്ളിക്കലാറിന്റെ കൈവഴികൾ ശുചീകരിക്കുകയാണ്. ഇവിടെ നമ്മൾ നടത്തിവരുന്ന ക്ലീൻ പള്ളിക്കലാർ ചലഞ്ചുമായി അതിനെ തുടർന്ന് തന്നെയുള്ള ഒരു തുടർ പ്രവർത്തനമായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പരിപാടിയും നടത്തുന്നത്. ഇവിടുത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കായലിൻ്റെ തീരത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു വലിയ കായലിൻ്റെ സ്വാഭാവികതയ്ക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഇതിൻ്റെ ഇടയിലുള്ള ചെറിയ തണ്ണീർത്തടങ്ങളുടെ സ്വാഭാവികമായ നിലനിൽപ്പിന് തന്നെ വലിയ ദോഷമുണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനെതിരെയുള്ള ഒരു ചെറിയ അവബോധമെങ്കിലും പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പരിപാടിയുമായി കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലും സബർമതി ഗ്രന്ഥശാലയും മുന്നോട്ട് പോകുന്നത്. എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനും പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും തണ്ണീർത്തടങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവുകളും സാംസ്കാരിക പൈതൃകവും ആഘോഷിക്കൽ എന്ന മുദ്രാവാക്യവുമായി നടന്ന പരിപാടിയിൽ തണ്ണീർത്തടത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം സാദിഖ് എ വിശദീകരിച്ചു. കൗൺസിൽ സംസ്ഥാന സമിതി അംഗം ശബരിനാഥ് എച്ച്, സബർമതി ഗ്രന്ഥശാല സെക്രട്ടറി രാജേഷ് പുലരി, ഭാരവാഹികളായ VR ഹരികൃഷ്ണൻ, സുനിൽ സി, നമൻ വേണുഗോപാൽ, അലൻ S പൂമുറ്റം, നയൻതാര എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.